നമുക്ക് നല്ല നാടൻ രീതിയിലുള്ള പോർക്ക് കറിയുടെ റെസിപ്പി നോക്കിയാലോ. അതിന് വേണ്ടിയിട്ട് പോർക്ക് 1 kg എടുത്തിട്ടുണ്ട്. നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയ പോർക്ക് കുക്കറിലേക്കിട്ട് ആവശ്യത്തിന് ഉപ്പും ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു 2 ടീസ്പൂൺ കാശ്മീരി ചില്ലിയും കുറച്ച് കറിവേപ്പിലയും ഒരു 1 ഗ്ലാസ് വെള്ളവും കൂടെ ഒഴിച്ച് നല്ല രീതിക്ക് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. എല്ലാം നന്നായിട്ട് മിക്സ് ആയതിനു ശേഷം കുക്കർ അടച്ച് വെച്ച് നമുക്ക് പോർക്കൊന്ന് വേവിച്ചെടുക്കാം. എനിക്കിവിടെ ഒരു 3 വിസിൽ തന്നെ പോർക്ക് വെന്ത് കിട്ടിയിട്ടുണ്ട്. പലർക്കും കുക്കറിൻ്റെയും ഇറച്ചിയുടെയൊക്കെ വേവിനനുസരിച്ച് വ്യത്യാസപ്പെടാം. നമുക്ക് കുക്കർ അടച്ച് വെച്ച് ഇറച്ചി ഒന്ന് വേവിച്ചെടുക്കാം. ഞാൻ ഹൈ ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത്. പ്രഷർ കംപ്ലീറ്റ് പോയതിന് ശേഷം മാത്രം കുക്കർ നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പോൾ നന്നായിട്ട് തന്നെ ഇറച്ചി വെന്ത് വന്നിട്ടുണ്ട്. 3 വിസിലിൽ തന്നെ നല്ല രീതിക്ക് വെന്ത് വന്നിട്ടുണ്ട്. ഇത്രയും വെന്താൽ മതി. ഇനി ഇതവിടെ ഇരിക്കട്ടെ. നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള ഉള്ളിയൊക്കെ ഒന്ന് തയ്യാറാക്കി എടുക്കാം. ഞാനിവിടെ ഒരു 200 ഗ്രാം ഉള്ളി എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ സവാളയും ചേർക്കാവുന്നതാണ്. ഉള്ളി ചേർക്കുന്നതാണ് ഒന്നും കൂടെ ടേസ്റ്റ്. ഒരു 3 വലിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. ഒരു 3 കുടം വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മസാല തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ പോർക്കിൻ്റെ നെയ്യ് തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. എക്സ്ട്രാ എണ്ണയൊന്നും ഒഴിച്ചിട്ടില്ല. കുക്കറിൽ നിന്ന് ഡയറക്റ്റായിട്ട് നെയ്യ് ഒഴിച്ചതുകൊണ്ടാണ് അതിൽ കുറച്ച് വെള്ളം കാണുമല്ലോ. ആ വെള്ളമൊക്കെ ഒന്ന് വലിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് അതിലേക്ക് വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. ഒരു 3 വറ്റൽമുളകൊക്കെ മതി. ഇനി അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അതൊന്ന് നല്ല രീതിക്ക് കളറൊക്കെ ഒന്ന് മാറി വരുമ്പോഴത്തേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളിയും കൂടെ ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കുക. അടച്ചു വെച്ച് ഒരു 2 മിനിറ്റ് കൂടുമ്പം ഇളക്കി നല്ല രീതിക്കൊന്ന് വഴറ്റിയെടുക്കുക. ഇപ്പോൾ ഉള്ളിയൊക്കെ നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് പൊടികൾ ചേർക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു ടീസ്പൂൺ കാശ്മീരി ചില്ലി, ഒരു 2 ടീസ്പൂൺ മല്ലിപ്പൊടി, ഒരു 3 ടീസ്പൂൺ ഇറച്ചി മസാല എന്നിവ ചേർത്ത് നമുക്കൊന്ന് മിക്സ് ചെയ്യാം. ഇനി അതൊന്ന് നന്നായിട്ട് മിക്സായിട്ട് വരണ്ട് വരാൻ വേണ്ടിയിട്ട് നമുക്ക് 1 ഗ്ലാസ് വെള്ളവും കൂടെ ഒന്ന് ചേർത്തിട്ട് നല്ല രീതിക്കൊന്ന് വരട്ടിയെടുക്കാം. അതവിടെ ഇരുന്ന് ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതി. ഇളക്കിക്കൊണ്ടിരിക്കുകയൊന്നും വേണ്ട. അതവിടെ ഇരുന്ന് വരട്ടി. ഇപ്പോൾ കണ്ടോ, നല്ല രീതിക്ക് വെള്ളമൊക്കെ വറ്റി നല്ലതായിട്ട് വരണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ഇറച്ചിയും കൂടെ ചേർത്ത് കൊടുക്കാം. നമ്മുടെ മസാലയും ഇറച്ചിയും എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. കറി അവിടെ ഇരുന്ന് തിളയ്ക്കട്ടെ. അപ്പോഴേക്കും നമുക്ക് ഒരു 8 അല്ലി വെളുത്തുള്ളിയും ഒരു 1/4 ടീസ്പൂൺ പെരിഞ്ജീരകം, ഇത്രയും കുരുമുളകും കൂടി എടുത്ത് നമുക്കൊന്ന് ചതച്ചെടുക്കാം. അരഞ്ഞു പോകണ്ട, ഒന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. ഇനി നമുക്ക് കറിയിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല ചേർത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ചതച്ച് വെച്ച വെളുത്തുള്ളിയും കുരുമുളകും പെരിഞ്ജീരകവും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. കുറച്ച് കറിവേപ്പിലയും കൂടെ ഒന്ന് ചേർക്കാം. വെളുത്തുള്ളിയും പെരിഞ്ജീരകവും കുരുമുളകും ലാസ്റ്റ് ചതച്ച് ചേർക്കുമ്പം കറിക്ക് നല്ലൊരു ഫ്ലേവറും കൂടെ കിട്ടും. നമ്മുടെ നാടൻ പോർക്ക് കറി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.